നഗരങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ യാത്ര ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ജർമ്മൻ ബ്രാൻഡായ ഫ്ലിക്സ് ബസ് ആരംഭിച്ചത്. ജർമ്മനിയാണ് ഈ ബസ് സർവീസ് ആദ്യമായി ആരംഭിക്കുന്നത്. ഇപ്പോൾ 40 രാജ്യങ്ങളിൽ സർവീസ് ഉണ്ട്. ഇന്ത്യയിലും അടുത്തിടെ ഈ സർവീസ് ആരംഭിച്ചിരുന്നു. ദക്ഷിണേന്ത്യനായിരുന്നു ഫ്ലിക്സിന്റെ സർവീസ് ആരംഭിച്ചത്. ഈ വർഷം അവസാനത്തോടെ കേരളത്തിലേക്കും ഫ്ലിക്സ് ബസ് ആരംഭിക്കുകയാണ് എന്നാണ് പുതിയ വിവരം. കൊച്ചി, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നും ബംഗളൂരു നഗരത്തിലേക്കാണ് ആദ്യ സർവീസ്. 2 റൂട്ടുകളിലായി 4 ബസ്സുകളാവും ഉണ്ടാകുക. ബംഗളൂരു കൊച്ചി, ബംഗളൂരു ആലപ്പുഴ എന്നിവയായിരിക്കും റൂട്ട്. ഈ സർവീസ് ആരംഭിച്ചാൽ ബംഗളൂരിലേക്ക് കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാം. കമ്പനിയുടെ പ്രാഥമിക ശ്രദ്ധ കൊച്ചി, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് പോലുള്ള നഗരങ്ങളിലേക്കാണെന്ന് ഫ്ലിക്സ് ബസ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ സൂര്യ ഖുറാന പറഞ്ഞു. പങ്കാളിത്തം രൂപീകരിക്കാൻ ഫ്ലിക്സ് ബസ് നിരവധി ബസ് ഓപ്പറേറ്റർമാരുമായി ചർച്ച നടത്തുന്നുണ്ട്. ഔദ്യോഗികമായി കരാറിൽ ഏർപ്പെട്ടിട്ടില്ല. സർവീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രൊമോഷനുകളൊന്നും ഉണ്ടാവില്ലെന്നും തുടക്കം മുതൽ യാത്രക്കാരെ ആകർഷിക്കുന്നതിനായി നിരക്കുകളിലായിരിക്കും ശ്രദ്ധ. ബംഗളൂരുവിൽ നടന്ന ഫ്ലാഗ് ഓഫ് ചടങ്ങിനിടെ ദക്ഷിണേന്ത്യയിലെ 33 നഗരങ്ങളെ ബന്ധിപ്പിച്ച് 6 പുതിയ റൂട്ടുകളാണ് കമ്പനി അവതരിപ്പിച്ചത്. 101 നഗരങ്ങളിലായി 200 റൂട്ടുകളിലാണ് ഫ്ലിക്സ് ബസ് സർവീസ് നടത്തുന്നത്. ബംഗളൂരുവിൽ നിന്ന് ചെന്നൈ, ഹൈദരാബാദ്, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലേക്ക് ഉദ്ഘാടന റൂട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ കമ്പനി ലോഞ്ച് ചെയ്ത അടിസ്ഥാനത്തിൽ 99 രൂപ നിരക്കിൽ പരിമിതകാല പ്രൊമോഷൻ ടിക്കറ്റുകൾ വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 3 മുതൽ 15 വരെയായിരുന്നു ഈ ഓഫർ ജനപ്രിയമായിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർവീസിലുള്ള ബസ്സുകൾ BS6 എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട്. ഇത് മലിനീകരണം ഗണ്യമായി കുറയ്ക്കും. ABS, EAC, 2-point സീറ്റ് ബെൽറ്റ് എന്നിവയൊക്കെ ഇതിലുണ്ട്. സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് ബസ് നൽകിയിരിക്കുന്നത്.